മസ്കത്തിൽ മലയാളി വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സലാലയുടെ അപൂർവ വിരുന്ന്. ഹാർമോണിയസ് കേരള സീസൺ 6 സമാപിച്ചു. മസ്കത്ത് നൈറ്റ്സ് വർണ്ണാഭമായ സമാപനം. 15 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. മസ്കത്തിൽ മലയാളി വിദ്യാർത്ഥിയെ താമസ സ്ഥലത്തെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ നിന്ന് വീണ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി തൊടുപുഴ അമയപ്രഭ ഉടമ്പന്നൂർ സ്വദേശി ജോർജ് മെക്കാട്ടിൽ ബിനുവിന്റെയും ബിന്ദു ജോർജിന്റെയും മകൻ ബേസിൽ ജോർജ് 12 മരിച്ചത്. വാദി കബീർ ഇന്ത്യൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ബേസിൽ വാദി കബീറിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മൃതദേഹം തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. മരുഭൂമി നാടിന്റെ മലയാള മണ്ണായി മാറിയ സലാലയിൽ കലയുടെ വസന്തരാവൊരുക്കി ഹാർമോണിയസ് കേരള 6ാം സീസൺ സമാപിച്ചു. അൽ മറൂജ് ആംഫി തിയേറ്ററിൽ വെള്ളിയാഴ്ച രാത്രി അരങ്ങേറിയ ആഘോഷരാവിൽ ഓരോ നിമിഷവും കാണികൾ ആവേശത്തോടെ ആസ്വദിച്ചു. മലയാളത്തിന്റെ പ്രിയ ഗായകൻ MG ശ്രീകുമാറിന്റെ ഗാനജീവിതത്തിന്റെ 42 വർഷങ്ങൾ ആഘോഷിച്ച മധുമയായി പാടാം എന്ന പ്രത്യേക ഷോ സദസ്സിനെ നൊസ്റ്റാൾജിയിൽ മുക്കി. നടി ഭാവനയുടെ സാന്നിധ്യവും വാക്കുകളും പരിപാടിക്ക് പ്രത്യേക തിളക്കം നൽകി. കലയും സംഗീതവും മാനവികതയും ചേർന്ന ഹാർമോണിയസ് കേരള സലാലയുടെ ഹൃദയം കീഴടക്കിയാണ് വേദി വിട്ടത്. ഒരു മാസം നീണ്ട മസ്കത്തിലെ ആഘോഷരാവുകൾക്ക് സമാപനം. 15 ലക്ഷത്തിലധികം ആളുകൾ മസ്കത്ത് നൈറ്റ് സന്ദർശിച്ചതായാണ് കണക്ക്. ജനുവരി 1 ആരംഭിച്ച മസ്കത്ത് നൈറ്റ്സിന്റെ സമാപനത്തിനുമായ ശനിയാഴ്ച വിവിധ വിലായത്തുകളിൽ ആകർഷകമായ പരിപാടികൾ അരങ്ങേറി. ഡ്രോൺ ഷോകൾ, ലേസർ പ്രദർശനങ്ങൾ, പാരമ്പര്യ കലാവിരുന്നുകൾ, സാഹസിക കായിക ഇനങ്ങൾ എന്നിവ സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കുടുംബങ്ങൾക്കായി വിനോദ ഗെയിമുകളും അമ്യൂസ്മെന്റ് റൈഡുകളും കലാ സംഗീത സന്ധ്യകളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഒമാൻ സുൽത്താനേറ്റിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ 5.6% വർധന രേഖപ്പെടുത്തി. ആകെ വാഹനങ്ങളുടെ എണ്ണം 18,51,469 നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വാഹനങ്ങളിൽ ഭൂരിഭാഗവും സ്വകാര്യ വാഹനങ്ങളാണ്. 79.2%. 3 ടണ്ണിൽ താഴെ ഭാരമുള്ള വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തവയിൽ 90%-ലധികവും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.